ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ദിലീപ് പറഞ്ഞു, VS വേണ്ടി തെരുവിലിറങ്ങിയ കാര്യം. രണ്ടാമത്തെ കാര്യം പാഷ്മി പറഞ്ഞു, ഇന്നലെ വൈകുന്നേരം നമ്മൾ പട്ടിക തയ്യാറാക്കി. ഇന്നലെ പുലർച്ചെ 2:30 വരെ നീണ്ടുനിന്ന കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം കഴിഞ്ഞിട്ട് ഒരു പട്ടിക പുറത്തിറക്കാൻ കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം, കെ സുധാകരൻ ഇന്ന് ഉച്ചയ്ക്ക് SKN 12 മണിക്കൂർ വാർത്താ സമ്മേളനം നടത്താൻ നിശ്ചയിച്ചിരുന്നു. ആ വാർത്താ സമ്മേളനത്തിൽ കെ സുധാകരൻ പറയും എന്ന് നമ്മൾ കരുതിയിരുന്ന കാര്യം, അദ്ദേഹം കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗത്വം രാജിവെക്കുന്നുവെന്നും ഞാൻ ഇനി എന്റെ വഴി നോക്കാൻ പോവുകയാണ് എന്നുമുള്ള താങ്കൾ ഈ ഇൻട്രോഡക്ഷനിൽ പറഞ്ഞ പോലെ വെടിപൊട്ടിക്കുന്ന പ്രഖ്യാപനം കെ സുധാകരൻ നടത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ആ വാർത്താ സമ്മേളനം അദ്ദേഹത്തെ പിന്തിരിപ്പിച്ചോ വാർത്താ സമ്മേളനത്തിന് ആരിടപെട്ട്? AK ആന്റണിയെ പോലെയുള്ള മുതിർന്ന നേതാക്കൾ ഇടപെട്ടാണ്. അസിത പറഞ്ഞു, ഞാൻ ഐ വിൽ ഗീവ് യു ടൈം. അസിത പറഞ്ഞു ഇത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് വളരെ ഡു ഓർ ഡൈ സിറ്റുവേഷൻ ആണെന്ന്. CPM-നും ഇടതുപക്ഷത്തിനും ഒക്കെ ഡു ഓർ ഡൈ സിറ്റുവേഷൻ തന്നെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം, അതായത് എന്റെ പോയിന്റ് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വിയോജിച്ചോളൂ. അതിന്റെ അസിത പറഞ്ഞ കാര്യം എന്താണ്, ഇത് കെ സുധാകരനെ പോലെ ഒരാളെ നമുക്ക് നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ കഴിയില്ല. BJP അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞതുപോലെ 15 നിയോജക മണ്ഡലങ്ങളിൽ കെ സുധാകരന്റെ അനുയായികൾ സ്ഥാനാർത്ഥികൾ നിൽക്കണം. അതിന്റെ ക്ഷീണം UDF-നുണ്ട്. പിന്നെ ഇവർ രണ്ടുപേരും വെച്ച ക്ലെയിം ഇന്നലെ ഇവരൊക്കെ പറഞ്ഞ് വാദിച്ചത് എന്താണ്? കെ സുധാകരൻ നിന്നാ കണ്ണൂർ ജയിക്കും. അപ്പൊ ആ ക്ലെയിമിന് വാല്യൂ ഉണ്ട്. അടൂർ പ്രകാശ് പിന്നെ കോന്നിയിൽ നിന്നാ ജയിക്കും. അതുകൊണ്ട് ആ ക്ലെയിമിന് വാല്യൂ ഉണ്ട്. അപ്പൊ കോൺഗ്രസ് പോലെ UDF അധികാരത്തിൽ വരാൻ നിൽക്കുന്ന സമയത്ത് ഇവരിങ്ങനെ ഇടഞ്ഞു നിൽക്കുന്നത് ഹൈക്കമാൻഡിന് തലവേദനയാണ്. ഹൈക്കമാൻഡ് ശരി, 2 സീറ്റ് ഷുവർ വിന്നിംഗ് സീറ്റാണ്. ഈ 2 പേർ നിന്നാൽ എന്ന് കരുതി ഒരാൾ പറയുകയാണ്, എന്നെ മത്സരിപ്പിച്ചില്ലെങ്കിൽ ഞാൻ പുത്തൻ പാർട്ടി ഉണ്ടാക്കും, 25 പേരെ മത്സരിപ്പിക്കും എന്ന് പറഞ്ഞാൽ അതിൽ കീഴടങ്ങാൻ ഹൈക്കമാൻഡ് അല്ല. ഞാൻ ആദ്യം പറഞ്ഞ വാദം. രണ്ടാമത്തെ കാര്യം, ഈ ഹൈക്കമാൻഡ് എന്നൊക്കെ പറയുന്ന ഈ പേരിലല്ലാതെ എത്രയോ കാലമായി ശശി തരൂർ എന്തെല്ലാം പ്രസ്താവന നടത്തുന്നു. ഞാൻ ഇതുവരെ ഭാഷ്മിയോടല്ല ഈ കെ സുധാകരന്റെ കേസിൽ നമ്മുടെ AK ആന്റണിയെ കുത്തിയിളക്കി ഇതിനകത്ത് ഇടപെടണം എന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ട ഏതൊരു കരമുണ്ട്. ആ കമാൻഡാണ് ലോ കമാൻഡ് ആവുന്നത്. ശരിക്കും ഹൈക്കമാൻഡിന് ഇതിനകത്ത് നീതമായ നിലപാടുണ്ടെന്ന് അവർ തെളിയിച്ച് തീരുമാനം എടുത്തു കഴിഞ്ഞു. അപ്പോ AK ആന്റണി പോലെ 90 വയസ്സിലെത്തിയ ഒരു തലമുതിർന്ന കോൺഗ്രസ് നേതാവ് ഖർഗെ വിളിച്ച് പറയുകയാണ് തീരുമാനം മാറ്റണം. അതില് ഈ കെ സുധാകരന്റെ കാര്യത്തിൽ AK ആന്റണി ഇടപെടാൻ ഒരു കാരണമുണ്ട്. അതായത് കെ സുധാകരൻ കണ്ണൂർ DCC പ്രസിഡന്റ് ഏതാണ്ട് 10 വർഷക്കാലം 91 മുതൽ 2001 വരെയുള്ള ആ കാലത്ത് CPM കോൺഗ്രസ് സംഘർഷം വളരെ അതിരൂക്ഷമായ സംഘർഷം നടന്ന കാലമായിരുന്നു. കെ സുധാകരനെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ബോംബെറിഞ്ഞ് മേലെ ചൊവ്വ റെയിൽവേ ഗേറ്റിനടുത്ത് വെച്ച് പക്ഷേ ആൾ മാറിപ്പോയി ചേട്ടനായിരുന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സുധാകരൻ ശക്തമായി തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. അക്കാലത്ത് AK ആന്റണി നിരന്തരം വിളിക്കുന്ന ഒരു DCC പ്രസിഡന്റ് ആയിരുന്നു കെ സുധാകരൻ. അതുകൊണ്ടാണ് AK ആന്റണി എന്തുകൊണ്ട് വിളിക്കുന്നു എന്നുള്ളത്. ഈ 80-കൾ മുതൽ അദ്ദേഹം പല തെരഞ്ഞെടുപ്പുകൾ മത്സരിച്ചിട്ടുണ്ട്, തോറ്റിട്ടുണ്ട്. അതിനൊക്കെ ശേഷം 2001 AK ആന്റണി യാക്കാൻ കെ സുധാകരനെ ആദ്യമായി അത്ര ഒരു ബന്ധം അവർ തമ്മിൽ ഒരു കാലമാണ്. പഴയ സംഘടനകൾ നമ്മൾ വിളിക്കുന്ന മുദ്രാവാക്യമുണ്ട്. ഇഷ്ടപ്പെട്ട നേതാക്കൾക്ക് ചോര തരാം, നീര് തരാം, ജീവൻ വേണേൽ അതും തരാം എന്ന മുദ്രാവാക്യം വിളിക്കുന്നത്. അതിനർത്ഥം നമ്മൾ ജീവൻ കൊടുക്കുന്നല്ല. അടി വന്ന അടിച്ചു നിൽക്കാൻ നോക്കും, അടിവെല്ലാം ഓടും. അതാണ് സ്ട്രാറ്റജി. പക്ഷേ SKN കണ്ണൂരിൽ കെ സുധാകരന് വേണ്ടി P ജയരാജന് വേണ്ടി ജീവൻ വേണേൽ അതും തരാം എന്ന് ആത്മാർത്ഥമായി ജീവൻ കൊടുക്കാൻ തയ്യാറുള്ള വിളിക്കുന്ന മുദ്രാവാക്യ പ്രവർത്തകർ ഉണ്ടായിരുന്നു. ഒരു തർക്കക്കാര്യത്തിലില്ല. കണ്ണൂർ എന്നാൽ കെ സുധാകരൻ എന്നാൽ കണ്ണൂർ എന്ന് പറയുന്ന ഒരു കാലം കണ്ണൂരിനുണ്ടായിരുന്നു. അത് യാതൊരു തർക്കവുമില്ല. SKN എന്ന് കരുതി ഒരു വൻമരം എല്ലാ കാലവും വൻമരമായി നിൽക്കാൻ പറ്റുമോ? ഒരു റെജീം ചേഞ്ച് ഉണ്ടാവട്ടെ. ആ റെജീം ചേഞ്ചിന്റെ കാലത്തിലാണ് SKN ഓർത്തു നോക്കൂ. അത്രത്തോളം ശക്തനായ ഒരു നേതാവ് ഡൽഹി പോയി എനിക്കൊരു സീറ്റ് തരുമോ പ്ലീസ് എന്ന് കെഞ്ചുന്ന എന്തൊരു അപമാനമാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.